ഇല്ല കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വരുണിനെ ശൂലം കുത്തിക്കൊണ്ട് വീട് തണ്ടി ഭിക്ഷ എടുപ്പിക്കുവാണ്. ഗീതുവും രേഹയും അയ്യപ്പേട്ടനും എല്ലാരും കൂടെ കുടിച്ചേർന്ന് ഇത്തിരി നടന്നു കഴിഞ്ഞപ്പോഴത്തേനും വരും മടുത്തു. ഈ സമയത്ത് ഗീതു പറഞ്ഞു, അയ്യോ ഇതേ വീടൊന്നും ആയിട്ടില്ലെന്ന് പറയണ. അയ്യപ്പേട്ടൻ പറഞ്ഞു, ഇതേ 30 വീട് മാത്രമേ ഇത്ര സമയമായിട്ട് ആയിട്ടുള്ളൂ, ഇനിയും പോണെന്ന് പറയണ. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഹരഹരോ പാടിക്കൊണ്ട് വേണം പോവാനായിട്ടെന്നൊക്കെ പറയോട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വരുൺ എന്ത് ചെയ്യണം നടത്തില്ല. കാരണം ശൂലം കുത്തിയോണ്ട് വാ പൊളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോഴാണ് ഇങ്ങനെയും കൂടെ പറയണേ. വല്ലാത്തൊരവസ്ഥയിൽ വരുൺ പെട്ടുപോണ സമയത്ത് രേഖ പറഞ്ഞു, മതി ഗീതു, ഇപ്പൊ തന്നെ എനിക്ക് സങ്കടം വരുന്നുണ്ടെന്ന് പറയണ. ഇത് കേട്ടതും ഗീത ചോദിച്ചു, രേഖേച്ചിക്ക് എന്താ ഒരു പ്രത്യേകിച്ച് സങ്കടമൊക്കെ? അല്ല, ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു പറയണ. ആ സമയം വിജയലക്ഷ്മി വിളിച്ചോണ്ടിരിക്കുവാണ്. ഗീതയുടെ ഫോണിലേക്കൊന്നും മാറി മാറി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണ് കാറിനകത്തിരുന്നോണ്ട് ബെല്ലടിച്ച് അറിഞ്ഞില്ല. അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് കാഞ്ചനയെ കൊണ്ട് ഷിബുവിന്റെ നമ്പറിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ ഷിബു കോളെടുത്തിട്ട് ഗീതുവിനെ വിളിക്കുകയാണ്. അതെ, ഗീതുവിന് കോൾ ഉണ്ടെന്ന് പറയണം. അങ്ങനെ ഗീത എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വിജയലക്ഷ്മിയെ വിളിച്ചോണ്ടിരിക്കണേ. അല്ല, ഇത് എവിടെയാ മോളെ, നീ എത്ര സമയം വിളിച്ചോണ്ടിരിക്കണം എന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മേ ഫോണ് കാറിനകത്തായിരുന്നു പറയണം. അല്ല എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുക. രഞ്ജുനെ കൊണ്ട് ഗോവിന്ദ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയണേ. ഹോസ്പിറ്റലിലേക്ക് പോയെന്നോ? അതെ, കുറച്ച് സമയമായി പോയിട്ടെന്ന് പറയണ. കാറും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയില്ലെന്ന് കരുതിയതാ. അപ്പൊ പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. മോളെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ആകെപ്പാടെ പണി പാളൂന്ന് പറയാ. ശരി, ഞാൻ നോക്കിക്കോളാം, അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം. പിന്നീട് ഗീതു നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഗീതു ഹോസ്പിറ്റലിലെത്തി. ആ സമയം ഗോവിന്ദ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗോവിന്ദിന്റെ അരികിലേക്ക് ഗീതു പാഞ്ഞു ചെല്ലുവാണ്. അങ്ങനെ ഗീതു ചെന്നപ്പോഴത്തേനും ഗോവിന്ദ് ചോദിച്ചു, അല്ല നീ എന്താ പെട്ടെന്ന് വന്നെന്ന് ചോദിക്കുക. ഞാൻ കരുതി നീ ഇനിയിപ്പം ക്ഷേത്രത്തിലെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം, പൂജകളും വഴിപാടുകളും കഴിഞ്ഞതിന് ശേഷം വരുവുള്ളായിരിക്കുമെന്ന്. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പെട്ടെന്ന് ഓടി വരുമെന്ന് എനിക്കറിയാമെന്ന് പറയണം. ഇത് കേട്ടും ഗീത ചോദിച്ചു, അതെന്താ കണ്ണേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ല, വിജയലക്ഷ്മി അമ്മ വിളിക്കാനായിട്ട് താമസിയാണല്ലേ, അതുകൊണ്ടായിരിക്കും നീ ഇത്ര ലേറ്റ് ആയത്. അല്ലെങ്കിൽ നീ കുറച്ചുകൂടെ നേരത്തെ വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗീതുവിന് സംശയമായി. ഇനിയിപ്പോൾ കണ്ണേണ്ട എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നൊരു ചിന്ത ഗീതുവിന്റെ മനസ്സിനെ അലട്ടാനായിട്ട് തുടങ്ങി. പിന്നീട് ചോദിച്ചു, രഞ്ജു എന്തേന്ന് ചോദിക്കുകയാണ്. രഞ്ജു ഇവിടെ ഉണ്ടെന്ന് പറയാ. അല്ല, അവളുടെ DNA ടെസ്റ്റ് എങ്ങനെ എടുക്കാൻ അതിനു വേണ്ടി കൊണ്ടുവന്നാണ് നിൽക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുവോ? അങ്ങനെയുള്ള കുതന്ത്ര ബുദ്ധിയൊക്കെ നിനക്കല്ലേ ഉള്ളത്, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ? ഇപ്പൊ അവളെ അകത്ത് കയറ്റിയിരിക്കുമെന്ന് പറയണം. അപ്പോഴേക്കും രഞ്ജു അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ കൈ ഇങ്ങനെ തിരുമിക്കേണ്ട വന്ന ബ്ലഡ് എടുത്തപ്പം കൈ ഇങ്ങനെ തിരുമ്പോലെ പഞ്ഞിയൊക്കെ വെച്ച് അങ്ങനെ തിരുമിക്കൊണ്ട് വരുവാണ്. പിന്നീട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഹീമോഗ്ലോബിന്റെ അളവ് കുറവാന്ന് പറഞ്ഞുകൊണ്ട് ബ്ലഡ് എടുത്തിട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാനെന്ന് പറയണം. രഞ്ജു ഇത് പറയുന്നിട്ടപ്പോൾ ഗീതുവിലൊരു ഞെട്ടലുണ്ടായി. ദൈവമേ, അങ്ങനെയാണെങ്കിൽ അപകടമാണല്ലോ എന്നൊക്കെ വിചാരിക്കുവാണ്. പിന്നീട് രഞ്ജു അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല ഗീതു വന്നില്ലേ, ഇനി ഗീതുവിന് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പോൾ ഗീതു പറഞ്ഞു, വേണ്ട, ഞാൻ ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, നീ എടുത്തിട്ടില്ല, പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയണേ. കണ്ണേനെടുത്ത എനിക്കറിയാം രഞ്ജു ഹോസ്പിറ്റലിലേക്ക് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നീ പറന്നു വരുമെന്ന്. അതുകൊണ്ട് നേരത്തെ നിന്റെ ചീട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് ഡോക്ടർ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നീ വരേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് നല്ല പ്രയോറിറ്റി കിട്ടും, പെട്ടെന്ന് തന്നെ കയറി കാണാന്ന് പറയണം. ഗോവിന്ദ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതന്റെ മുഖത്ത് രക്തമയോ ഇല്ലായിരുന്നു. പിന്നീട് ഗോവിന്ദ് ഗീതനെ കൂട്ടിക്കൊണ്ട് ഡോക്ടർ ക്യാബിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ഗീത ചോദിച്ചു, അല്ല ഗോവിന്ദേണ്ട എന്താ എന്തൊക്കെയോ കുത്തി പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്താ ഗോവിന്ദേട്ട ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക. എന്ത്? അല്ല ഇങ്ങനെയൊക്കെ പറയണേ. ഓ അതൊന്നും ഇല്ലാന്നേ, ഞാൻ നിന്നോട് പറയുന്ന വേറൊന്നും മനസ്സിൽ വിചാരിച്ചോണ്ടല്ല. നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? എനിക്കറിയായിരുന്നു നീ പെട്ടെന്ന് വരുമെന്ന്, അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചെന്നേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. നിനക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടോന്ന് ചോദിക്കും. അത് പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ തോന്നേ. പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ നേരെ പോകുന്നുള്ള പ്രകൃതിക്കാരനാ, എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്ന സ്വഭാവക്കാരനാ എന്നൊക്കെ പറയണം. ഗീതിന് ഭയങ്കര മനസാക്ഷിക്കൂത്തായി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഡോക്ടറെ എല്ലാം കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞപ്പോൾ നേരെ വിജയലക്ഷ്മിയുടെ മുറിയിലേക്ക് എല്ലുവാണ് ഗീത എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അമ്മയെന്ന് പറയണം. അതെന്താ? ആകെപ്പാടെ പ്രശ്നത്തില. ഇന്നിപ്പോൾ തന്നെ രഞ്ജുവിന്റെ DNA ടെസ്റ്റിന്റെ ഇതറിയാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒന്നും എടുത്തിട്ടില്ലാന്ന് തോന്നുന്നത്. ഹീമോഗ്ലോബിന്റെ അളവ് നോക്കാനെന്ന് പറഞ്ഞ് ബ്ലഡ് എടുത്തേക്കുവാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോൾ അത് DNA ടെസ്റ്റ് നടത്താൻ വേണ്ടി ആയിരിക്കോ? അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയൂന്ന് പറയണം. അതെങ്ങനെ അറിയും? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുഹാസിനി, അവിടെ ക്ലാസ്മേറ്റ് ആണ്, അവള് വിളിച്ചു പറയും. അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഡോക്ടർ ഉണ്ടല്ലോ ഗൈനക്കോളജിസ്റ്റ്, അതെന്നെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ട്, ഡോക്ടർ കൃത്യമായിട്ട് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമെന്ന് പറയാം. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിജയലക്ഷ്മി പറഞ്ഞു, അതിപ്പോ എല്ലാവരും അങ്ങനെ പറയണമെന്നില്ലല്ലോ, പണത്തിന്റെ മീതെ പരുന്നും പറക്കില്ലെന്നല്ലേ പറയണേ. അങ്ങനെയാണെങ്കിൽ അവർ നിന്നോട് സത്യാവസ്ഥയൊക്കെ തുറന്നു പറയണമെന്നില്ലല്ലോ ഗീതു എന്ന് പറയണം. അത് പിന്നെ അമ്മേ വേണ്ട, AGMലെ ഗോവിന്ദന്റെ കയ്യിൽ എത്രയൊക്കെ പണം ഉണ്ടെന്ന് അറിയാലോ. അവൻ പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാം.
ഇത് കേട്ടതും ഗീതു പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയത്തില്ല, എനിക്ക് ആ പാട്ട് ടെൻഷനാന്ന് പറയണം. ഈ ടെൻഷൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവസാനം വിജയലക്ഷ്മി സങ്കടമായി. വിജയലക്ഷ്മി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ഒരു കാര്യം ചെയ്യാം, അവളുടെ ജന്മരഹസ്യത്തിന്റെ കാര്യങ്ങൾ അത് തുറന്നു പറഞ്ഞേരെ, ഗോവിന്ദനോട് തുറന്നു പറഞ്ഞേരെ, അവൻ എന്തെന്നാ ചെയ്യട്ടെ, അല്ലാതെ ഇപ്പൊ എത്ര നാളെ ഈ സത്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഇങ്ങനെ നടക്കുമെന്ന് ചോദിക്കുകയാണ്. ഗീത് പറഞ്ഞു, അത് ശരി തന്നെയാ, പക്ഷെ അതങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് ഗോവിന്ദൻ മുറിയുടെ പുറത്തൂടെ എല്ലാവരുടെയും കൂടെ പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഗീതവും വിജയലക്ഷ്മിയും കൂടെ അകത്ത് സംസാരിക്കുന്ന ആ സംസാരം കേൾക്കുകയാണ് ഗോവിന്ദ് പുറത്തു നിന്ന് കഴിഞ്ഞപ്പം. അതെ, എനിക്ക് കണ്ണനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്നുണ്ട്, ആ രഞ്ജുവിന് ജന്മരഹസ്യത്തെക്കുറിച്ച്, പക്ഷെ എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണന്റെ പ്രതികരണം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പാവം, ഇതുവരെയായിട്ട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു കള്ളത്തരങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ ഏറ്റവും വലിയ കള്ളത്തരമല്ലേ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണേടിന് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ആ മനസ്സ് വേദനിക്കില്ലെന്ന് കരുതിയിട്ടാ ഞാൻ ഇത്രയും വലിയ കള്ളത്തരത്തിനൊക്കെ കൂട്ടി നിൽക്കുന്നത്. ഞാൻ വിശ്വാസവഞ്ചനയല്ലേ പാവത്തിനോട് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഒന്ന് വിങ്ങിപ്പൊട്ടുക. ഇത് പുറത്തുനിന്ന് ഗോവിന്ദ് കേട്ടു. ഗോവിന്ദിന് നല്ല സങ്കടമായിപ്പോയി. എന്തൊക്കെയോ ഗീതു ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗീതു ഇങ്ങനെ പറയണേ. അതാണ് അവളുടെ മനപ്രയാസത്തിന്റെ കാരണം. പിന്നീട് ഗോവിന്ദ് മുറിയിലേക്ക് ചെല്ലുക. ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും ഗീതു അങ്ങോട്ടേക്ക് വന്നു. ഗീതു വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഗോവിന്ദിച്ചു, നിന്റെ മുഖം എന്തോ വല്ലായിരിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ല, അല്ല എനിക്ക് എന്തോ ഒരു മുഖം വല്ലാത്ത പോലെ തോന്നി, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയണം. പിന്നീട് ഗീതു പറഞ്ഞു, അല്ല രഞ്ജുവിന്റെ ബ്ലഡ് സാമ്പിൾ എടുത്ത ഹീമോഗ്ലോബിൻ നോക്കാൻ തന്നെ ആണല്ലോ അല്ലേന്ന് ചോദിക്കുക. എന്താ ഗീതു, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേന്ന് ചോദിക്കുക. എന്തായാലും വിശ്വാസക്കുറവ് മറ്റും ഉണ്ടോന്ന് ചോദിക്കണേ. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചോദിച്ചോളാന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ആ സമയത്ത് ഗോവിന്ദിന്റെ ഫോൺ ബെല്ലടിച്ചു. ഗോവിന്ദ് നോക്കിക്കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ നിന്നാണ്. അപ്പൊ എന്നോട് ഗോവിന്ദനെ വിളിച്ചിട്ട് ആ നേഴ്സ് കാര്യങ്ങളൊക്കെ പറയണേ. ഐ ഹോസ്പിറ്റലിൽ നിന്ന് സത്യദാസിന്റെ DNA എടുത്തിട്ടുണ്ട്. അപ്പൊ അതും ഇനിയിപ്പോൾ രഞ്ജുവിന്റെ ബ്ലഡ് സാമ്പിളും കൂടെ വെച്ച് നോക്കണം. അധികം വൈകാതെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുമെന്ന് അറിയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ് പറഞ്ഞ ആർക്കും സംശയങ്ങളൊന്നും ഇല്ല. ഡോക്ടറോട് പോലും പറഞ്ഞേക്കുന്ന ഹീമോഗ്ലോബിന്റെ കാര്യമാ ഡോക്ടർക്കും അറിയാവുന്നേ, അതായത് വേറെ കുറിച്ചും അറിയത്തില്ലെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഹീമോഗ്ലോബിൻ നോക്കാനെന്നും പറഞ്ഞല്ലേ എടുത്തത്, അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇനി ബാക്കിയെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വിളിച്ചാൽ മതി. പക്ഷെ പല രൂപത്തിലും ആൾക്കാർ സ്വാധീനിക്കാനായിട്ട് വന്നിരിക്കും. ഒരു കാരണവശാൽ ആ പിടി വീഴില്ല, അറിയാലോ. നമുക്ക് കൃത്യമായിട്ട് റിസൾട്ടാണ് വേണ്ടതെന്നൊക്കെ പറയണം. ഇത് കേട്ടപ്പോൾ അവർ ശരി സാർ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യണം. ഗോവിന്ദന് സമാധാനമായി. പിന്നീട് ഗോവിന്ദ് അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഗീതനെ കണ്ടില്ല. നോക്കി കഴിയുമ്പോൾ താഴെ ഗാർഡനിങ്ങിൽ പോയി ഗീത തനിച്ച് നിൽക്കുന്ന കണ്ടു. ഈ കാഴ്ച കണ്ടപ്പോൾ ഗോവിന്ദന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഇവിടെ പ്രഗ്നന്റ് ആണ്, ഈ സമയത്ത് ഇങ്ങനെ തനിച്ചു വന്ന് നിൽക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ. മനസ്സിന് അത്രയ്ക്ക് നല്ല വിഷമമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ തനിച്ചു വന്ന് നിൽക്കുന്നത്. പിന്നീട് ഗോവിന്ദ് അങ്ങോട്ട് എന്നിരിച്ചു, അല്ല എന്ത് പറ്റി ഗീതു, നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, പിന്നെ നീ എന്തിനാ ഇവിടെ തനിച്ചു വന്ന് നിൽക്കുന്നേ? വെറുതെ എന്നാ കണ്ണേട്ടാന്ന് പറയാ, നീ അങ്ങനെ വെറുതെ നിൽക്കുന്നല്ലോ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്, എന്തുണ്ടെങ്കിലും തുറന്നു പറ, നമുക്ക് സംസാരിച്ച് ചേർക്കാന്ന് പറയാം. ഒന്നുമില്ലാന്ന് പറയണ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല നീ പ്രഗ്നന്റും കൂടെ അല്ലേ, ഈ സമയത്ത് പെൺകുട്ടികൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. എന്താ, ഞാനത് ചോദിച്ചപ്പോൾ തന്നെ നിന്റെ കണ്ണ് പെട്ടെന്ന് നിറഞ്ഞു നിൽക്കുക. ഒന്നുമില്ല, എന്തെങ്കിലും ഇവിടെ തുറന്നു പറ എന്ന് പറയണ. ഒന്നുമില്ല കണ്ണേട്ടാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് പറഞ്ഞു, ഞാൻ എന്തുണ്ടെങ്കിലും നിന്നോട് തുറന്നു പറയും, കാരണം എന്റെ മനസ്സിൽ കള്ളത്തരം അറിയൊന്നുമില്ല. പക്ഷേ എങ്കിൽ നിന്റെ മുഖം കണ്ടറിയാം നിനക്ക് എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ട്. പക്ഷെ അത് നീ അത് മനസ്സിലിട്ട് ഇങ്ങനെ വളർത്തി വലുതായിക്കൊണ്ടിരിക്കുക. എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ തുറന്നു പറയാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ ഗീത നിൽക്കുക. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പോൾ ഇപ്പം ഗീതുവിന്റെ ഗോവിന്ദിന്റെയും വിശേഷങ്ങളൊക്കെ സമയം മാറ്റിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് 1:30 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമായിരിക്കും ഞാൻ പ്രമോ വിശേഷം ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.